ബഫർ സോൺ പരിധിയിൽ നിന്ന് ജനവാസ മേഖലകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് കത്തോലിക്ക സഭയുടെ കർഷക സംഘടനയായ ഇൻഫാം വിഷയമുയർത്തി ശക്തമായ സമരത്തിനൊരുങ്ങുകയാണ് സഭാ നേതൃത്വം. ഇതിനു മുന്നോടിയായി വിവിധ ജില്ലകളിലെ ജനപ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ബഫർ സോൺ വിടുതൽ സന്ധ്യ എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചു. മലയോര ജനത നേരിടുന്ന ആശങ്കകൾ പങ്കുവെക്കുന്നതായിരുന്നു ഇൻഫാം സംഘടിപ്പിച്ച വിടുതൽ സന്ധ്യ. ജനവാസ മേഖലയെ ESI പരിധിയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കണം. ഏലമലക്കാടുകൾ റവന്യൂ ഭൂമിയായി നിലനിർത്തണം. വന്യജീവികൾ ജനവാസ മേഖലയിൽ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാവണം. ഇങ്ങനെ വിവിധ ആവശ്യങ്ങൾ യോഗത്തിൽ പങ്കെടുത്ത ജനപ്രതിനിധികളുടെ മുമ്പിൽ ഇൻഫാം അവതരിപ്പിച്ചു. ഈ പ്രദേശവാസികളായ ജനങ്ങളുടെ സമഗ്രവും സുസ്ഥിരവുമായ വളർച്ചയെ തടസ്സപ്പെടുത്താനാവാത്ത വിധം വേണം പശ്ചിമഘട്ടത്തിലെ ജൈവ വൈവിധ്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതും പരിപാലിക്കപ്പെടുന്നതുമെന്ന് 2024 ജൂലൈ മാസം 31-ാം തീയതി പുറപ്പെടുവിച്ച കരട് വിജ്ഞാപനത്തിൽ പോലും പ്രതിപാദിച്ചിട്ടുണ്ട്. 2019 മീറ്റിംഗിന് മിനിറ്റ്സിൽ രേഖപ്പെടുത്തപ്പെട്ട കേരളത്തിലെ പ്രപ്പോസൽ അംഗീകരിപ്പിച്ചെടുക്കാൻ കേരളത്തിലെ MP-മാരും MLA-മാരും കൂട്ടായി പ്രയത്നിക്കണമെന്നാണ് ഇൻഫാം ആവശ്യപ്പെടുന്നത്. വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങിയാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കണമെന്ന് ചടങ്ങിൽ പങ്കെടുത്ത ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു. മലയോര ജനതയുടെ പ്രശ്നങ്ങൾക്കൊപ്പമെന്ന് ജനപ്രതിനിധികൾ ഒറ്റക്കെട്ടായി വ്യക്തമാക്കി. നിയമഭേദഗതി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആവശ്യമാണ്. ആ നിയമഭേദഗതി എത്രമാത്രം ഇത് സംസ്ഥാന തലത്തിൽ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതും പരിശോധിക്കേണ്ടതാണ്. പക്ഷേ ഒരു കാര്യമുള്ളത്, നിയമഭേദഗതി നമുക്ക് വേണം. അതിനകത്തുള്ള നിരന്തരമായ നമുക്കൊരു ലോബിയിങ് ആവശ്യമാണ്. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ MP-മാർ, MLA-മാർ, മറ്റ് ജനപ്രതിനിധികൾ, വൈദികർ, ഇൻഫാം ദേശീയ, സംസ്ഥാന, താലൂക്ക് ഭാരവാഹികൾ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.